PK ലിനക്സിന്റെ ടോപ്പ് പിക്സിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഈ ജൂലൈ 29-ന് 5 വർഷം പൂർത്തിയാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്നൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ പരീക്ഷ എന്ന തലത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ടോപ്പിക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഒരു സ്പെഷ്യൽ ടോപ്പിക്കായിരുന്നു. അതുപോലെ തന്നെ ഇത് കറണ്ട് അഫയേഴ്സ് എന്ന തലത്തിലും അതോടൊപ്പം ഹിസ്റ്ററിയുടെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി സിലബസ് അത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്ന് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ദേശീയ വിദ്യാഭ്യാസ നയം 2020. ദേശീയ വിദ്യാഭ്യാസ നയം എന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, സാങ്കേതിക വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലും വിവിധ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. ഇപ്പം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ ഇത് 3ാമത്തെ വിദ്യാഭ്യാസ നയമാണ്. അതായത് ആദ്യത്തെ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് 1968-ലാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. 2ാമത്തെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് 1986-ലാണ്. അത് ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഇത് നടപ്പിലാക്കുന്നത്. 92 ആ ഒരു സമയത്ത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 2020-ല് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന ആ ഒരു സമയത്താണ് ഈ 3ാമത്തെ, അതുപോലെ തന്നെ ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം എന്ന നിലയിൽ ഈ വിദ്യാഭ്യാസ നയം വരുന്നത്. അതായത് 34 വർഷം പഴക്കമുണ്ടായിരുന്ന വിദ്യാഭ്യാസ നയത്തെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കാലം വളരെയധികം പരിഷ്കാരങ്ങൾക്ക് പിന്നീട് വിധേയമാകുകയും ഇത് വിദ്യാഭ്യാസത്തെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും അതുപോലെ തന്നെ അതിൻ്റെ ഗുണഭോക്താക്കളെ ഒക്കെ തന്നെ ഇത് ബാധിക്കാൻ തുടങ്ങി. അതായത് ഈ 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയം അതുവരെ നിലനിന്നിരുന്ന പോരായ്മകൾ പരിഹരിക്കുവാനും ആധുനിക ലോകത്തിന് വേണ്ട പുതിയ സമ്പ്രദായങ്ങളെ കൊണ്ടുവരാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സംഭവിച്ച എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഭദ്രൻ സ്ഫടികം എന്ന സിനിമയിൽ ആടുതോമ എന്ന കഥാപാത്രത്തിലൂടെ നമ്മളെ കാണിച്ചു തന്നത് അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു രേഖാചിത്രമാണ്. ആദ്യം പഠിത്തം എന്നിട്ട് മതി കണ്ടുപിടുത്തം എന്ന് ചാക്കോമാഷ് പറയുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു ഭീകര മുഖമാണ്. 2020-ലെ നമ്മുടെ ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ സർഗാത്മകത ഇത് കണ്ടെത്താൻ തരുന്ന ആ ഒരു അവസരവുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സമ്മർദ്ദം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു ദർശനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്ലാസ് മുറികളെ സൃഷ്ടിപരവും സർഗാത്മകതയും ഉൾക്കൊള്ളുന്നതുമായ ഇടങ്ങളാക്കി മാറ്റുക എന്ന ദർശനത്തോടെ ഇന്ത്യൻ ഭാഷകൾ, അതോടൊപ്പം ശാസ്ത്രബോധം, നവീകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് ഈ നയം രൂപകൽപ്പന ചെയ്തത്. ഇത് 2030-ൽ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുസ്ഥിര വികസന അജണ്ട അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ SDG 4-ൽ പ്രതിഫലിക്കുന്ന ആഗോള വിദ്യാഭ്യാസ വികസന അജണ്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും സമഗ്രവും തുല്യവും ഗുണനിലവാരവുമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ആജീവനാന്ത പഠന അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയം. ഇത് 2047-ൽ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത ഭാരതം എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ഊർജം പകരുന്നതാണ്. 2047-ൽ സ്വാതന്ത്ര്യം നേടി 100ാമത്തെ വാർഷികം തികയുമ്പോഴേക്കും രാജ്യത്തെ ഒരു വികസിത സ്ഥാപനമാക്കി മാറ്റുക എന്ന ഇന്ത്യയുടെ ഒരു ദർശനത്തെയാണ് 2047-ലെ വികസിത ഭാരത ലക്ഷ്യം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അടിസ്ഥാനപരമായി സ്കൂൾ ഘടനയാണ് ഇവിടെ മാറ്റിയിരിക്കുന്നത്. അതായത് 10+2 എന്നൊരു ഘടന മാറ്റിയിട്ട് ഇപ്പോൾ 5+3+3+4 എന്നൊരു ഘടനയാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതായത് പഴയ നയം അനുസരിച്ച് ഒരു വിദ്യാർത്ഥി +2 പൂർത്തിയാക്കുന്നത് 12 വർഷം എടുത്തായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ 6ാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസം ആരംഭിച്ച് 17ാമത്തെ വയസ്സോടു കൂടിയാണ് +2 പൂർത്തിയാക്കുന്നതെങ്കിൽ പുതിയ ഒരു വിദ്യാഭ്യാസ നയം അനുസരിച്ച് 3ാമത്തെ വയസ്സിൽ ആയിരിക്കും ഈ ഒരു വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അത് 15 വർഷം എടുത്ത് 18ാമത്തെ വയസ്സിലാണ് ഇത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. ഇത് നിപുൺ ഭാരത് മിഷനുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതായത് 3 മുതൽ 9 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ അടിസ്ഥാന സാക്ഷരതയും സംഖ്യാപരിജ്ഞാനവും ഇതൊക്കെ വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദൗത്യമാണ് ഇത് നിപുൺ ഭാരത് എന്ന ദൗത്യം കേന്ദ്രീകരിക്കുന്നത്. അതായത് 3ാം ക്ലാസ് അവസാനിക്കുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും അടിസ്ഥാന സാക്ഷരതയും സംഖ്യാപരിജ്ഞാനവും നേടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ ഇതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്.
2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ഈ ഒരു ദൗത്യം. ഈ പുതിയ 5+3+3+4 സിസ്റ്റം അനുസരിച്ച് ആദ്യത്തെ 5 വർഷത്തിലെ, അതായത് ഫൗണ്ടേഷൻ ഘട്ടം എന്ന് നമ്മൾ ഈ ആദ്യത്തെ 5 വർഷത്തെ പറയുന്നത്, ഈ 5 വർഷത്തിലെ ആദ്യത്തെ 3 വർഷം പ്രീ സ്കൂളിലാണ് പഠിക്കേണ്ടത്. ബാക്കിയുള്ള 2 വർഷം പഠിക്കേണ്ടത് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലുമായിട്ടാണ്. പിന്നീട് വരുന്നതാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. അപ്പോൾ ഏറ്റവും ഫൗണ്ടേഷൻ സ്റ്റേജ്, പിന്നീട് പ്രിപ്പറേറ്ററി സ്റ്റേജ്, അതായത് അടുത്ത 3 വർഷം വരുന്നുണ്ട്. അതായത് 8 മുതൽ 11 വയസ്സ് വരെയുള്ള 3 വർഷമാണ് ഈ സ്റ്റേജ്. ഇവിടെ ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ടത് 3 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലാണ്. ഇതിന് ശേഷം വരുന്നതാണ് മിഡിൽ സ്റ്റേജ്. അതായത് 11 മുതൽ 14 വയസ്സ് വരെയുള്ള ബാക്കി 3 വർഷങ്ങളിൽ ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലാണ്. അപ്പം ഇതിന് ശേഷം, അതായത് ഏറ്റവും അവസാനം വരുന്നതാണ് സെക്കൻഡറി സ്റ്റേജ്. അതായത് 14 മുതൽ 18 വയസ്സ് വരെ ഇവിടെ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ് ഈ പുതിയ രീതി അനുസരിച്ച് ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ടത്. അതായത് പഴയ സിസ്റ്റം അനുസരിച്ചുണ്ടായിരുന്ന +1ഉം +2ഉം അടങ്ങിയിരുന്ന ആ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഈ പുതിയ സിസ്റ്റം അനുസരിച്ച് 9ഉം 10ഉം കൂടെ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് 5+3+3+4 സിസ്റ്റം ഘടന ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2020 ഈ ഒരു വിദ്യാഭ്യാസ നയം ബാല്യകാല വിദ്യാഭ്യാസത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഊന്നൽ നൽകുന്നുണ്ട്. അതായത് 3 വയസ്സ് മുതൽ ശക്തമായ അടിത്തറ നൽകിയാണ് വിദ്യാർത്ഥികളെ വാർത്തെടുക്കേണ്ടത് എന്നുള്ള വീക്ഷണത്തിന്റെ ഫലമായിട്ട് കഴിഞ്ഞ വിദ്യാഭ്യാസ നയത്തിലെ 6ാം വയസ്സിൽ തുടങ്ങുന്ന വിദ്യാർത്ഥി കാലഘട്ടം പുതിയ ഈ ഒരു നയം അനുസരിച്ച് അത് 3ാമത്തെ വയസ്സായി പരിഗണനയ്ക്ക് എടുത്തത്. കളികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനത്തിലാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷനിൽ മുഖ്യമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളികളിലൂടെയും അതുപോലെ തന്നെ ചിന്താജനകമായ രീതിയിലും കുട്ടികളെ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷയുടെ സമ്മർദ്ദം തീരെ ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ രീതിയായിരിക്കും ഒരു കുട്ടിക്ക് ഫൗണ്ടേഷൻ സ്റ്റേജിൽ, അതായത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് 6 മുതൽ 8 വയസ്സ് വരെ, അതായത് ഈ ഫൗണ്ടേഷൻ ഘട്ടത്തിന്റെ 2ാമത്തെ ഒരു ഘട്ടത്തിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം പോകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതും ചിന്താജനകവും ആലോചനകളെ ഒക്കെ പ്രേരിപ്പിക്കുന്ന രീതിയിലും കുട്ടികൾക്ക് ജിജ്ഞാസ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പഠന രീതിയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടെ 2ാം ക്ലാസ്സിൽ മാത്രമായിരിക്കും ഒരു പരീക്ഷ കുട്ടിക്കുണ്ടാവുന്നത്. എന്നാൽ ഇത് ഇന്ന് കാണുന്ന പോലെ മനഃപ്പാഠത്തെ ആശ്രയിച്ചുള്ളതായിരിക്കില്ല, മറിച്ച് കുട്ടിയുടെ ഒരു ചിന്താശേഷി, അതുപോലെ ആശയവിനിമയത്തിനുള്ള കഴിവ്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ പരീക്ഷാ രീതി നടക്കുന്നത്. അപ്പോൾ പരീക്ഷയുടെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നും, അതുപോലെ മനഃപ്പാഠം ഒരു കുട്ടിയെ ഭാവിയിൽ സഹായിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കണ്ടെത്തലിലാണ് ഈ ഒരു തീരുമാനം കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് ചിന്തിക്കാനുള്ള കഴിവും വിമർശനാത്മക ചിന്തയും ആശയവിനിമയ ശേഷിയും ഒക്കെയാണ് എന്നുള്ള ധാരണയുടെ പുറത്താണ് ഈ പുതിയ പരീക്ഷാ സമ്പ്രദായം പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 8 മുതൽ 11 വരെയുള്ള വർഷത്തിലാണ് ഈ പ്രിപ്പറേറ്ററി സ്റ്റേജ് അഥവാ തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പരിഗണിക്കുന്നത്. ഇത് 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ശാസ്ത്രം, അതോടൊപ്പം തന്നെ ഗണിതം, കല, സാമൂഹിക ശാസ്ത്രം, മാനവികത തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം എന്നിരുന്നാലും ഈ എക്സ്പീരിയൻസുകളിലൂടെയുള്ള പഠനത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം 5ാം ക്ലാസ് വരെയുള്ള കാലയളവിൽ മാതൃഭാഷ ഒരു പ്രബോധന മാധ്യമമായി കണക്കാക്കി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് ഈ ആധുനിക വിദ്യാഭ്യാസ നയം അത് പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷെ അത് 8ാം ക്ലാസ് വരെ തുടരുന്നതാണ് അഭികാമ്യം എന്ന് ഈ നയം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അത് നിർബന്ധമായും പാലിക്കേണ്ട ഒന്നല്ല. ഇപ്പം സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രബോധന മാധ്യമം തുടരുന്നതാണ് നല്ലത് എന്ന അഭിപ്രായത്തിലാണ് ആധുനിക വിദ്യാഭ്യാസ നയം. ഇപ്പം CBSE അല്ലെങ്കിൽ ICSE സ്കൂളുകളിലൊക്കെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ അവിടെ ഇംഗ്ലീഷ് തന്നെയാണ് പ്രബോധന മാധ്യമം. അതുപോലെ ആശയവിനിമയ മാധ്യമം എന്ന രീതിയിലും ഒക്കെ തന്നെ കണക്കാക്കപ്പെടുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പം മാതൃഭാഷ പ്രബോധന മാധ്യമം ആക്കുന്നതിന് ഗുണം എന്തെന്നാൽ ഇത് കുട്ടികൾക്ക് ജിജ്ഞാസ വളർത്തും. അതായത് ഈ ഒരു പ്രായത്തിൽ അവരുടെ സംശയങ്ങൾ ചോദിക്കാനും അത് ദൂരീകരിക്കുമ്പോൾ കൃത്യമായി കുട്ടികൾക്ക് മനസ്സിലാക്കാനും ഒക്കെ തന്നെ മാതൃഭാഷയാണ് അഭികാമ്യം എന്ന കണ്ടെത്തലിലാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ മാതൃഭാഷയിൽ ആശയവിനിമയം നടത്തുമ്പോൾ കുട്ടികൾക്ക് ജിജ്ഞാസ വർദ്ധിക്കുകയും അതിലൂടെ കുട്ടികളുടെ ഒരു ക്രിയാത്മക ചിന്തകൾ ഉദിക്കുകയും അതുപോലെ വിമർശനാത്മക ചിന്തകൾ വളരുകയൊക്കെ തന്നെ ചെയ്യുന്നത് കുട്ടികളുടെയും അവരുടെ ഭാവിയെയും വളരെയധികം സഹായിക്കും. അപ്പം ഇതിന് ശേഷം വരുന്നതാണ് മധ്യഘട്ടം എന്ന് പറയുന്നത്. അപ്പം ഇത് 11 മുതൽ 14 വരെയാണ്. എന്ന് വെച്ചാൽ കുട്ടി 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കാലയളവിലാണ് ഈ മധ്യഘട്ടം വരുന്നത്.
അപ്പം ഈ മധ്യഘട്ടം കൂടുതലായും ഊന്നൽ നൽകുന്നത് കുട്ടികളെ വിശകലന ചിന്ത വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് വിമർശനാത്മകമായ ചിന്തയും പ്രശ്നപരിഹാര കഴിവുകളും അതുപോലെ വികസിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിനോടൊപ്പം തന്നെ ഈ പുതിയ വിദ്യാഭ്യാസ നയം വളരെയധികം ഇതിനെല്ലാം തന്നെ ഒരു പ്രോത്സാഹനവും നൽകുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ പുസ്തകത്തിൽ നിന്നുള്ള പഠനം എന്നതിന് ഉപരിയായിട്ട് ഈ അനുഭവത്തിലുള്ള പഠനം എന്നതിന് തന്നെയാണ് ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ മധ്യഘട്ടത്തിലെ കൂടുതൽ വിഷയാസ്പദമായ പഠനത്തിലേക്കും അവയുടെ അനുബന്ധ ആശയങ്ങളിലേക്കും വിദ്യാർത്ഥികളെ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പൊ പഠന രീതി വളരെ അനായാസകരമായതും അതുപോലെ ചിന്തയിലൂടെയും അനുഭവത്തിലൂടെയും ഒക്കെ തന്നെ ഈ പഠന പ്രക്രിയ പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിന്റെ മറ്റൊരു ഈ വിദ്യാഭ്യാസ നയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പൊ ഇതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അതായത് ഇവിടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അതുപോലെ കരിയർ എക്സ്പോഷർ നൽകുന്നതിനും കുട്ടികളുടെ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പരിശീലനം നൽകുന്നതും പരിഗണനയിലുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ഘട്ടത്തിൽ ഇന്റേൺഷിപ്പുകളും സംയോജിപ്പിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു മധ്യഘട്ടത്തിലെ കുട്ടികൾക്ക് വിഷയാനുബന്ധമായ വിജ്ഞാനം നൽകുന്നതിനോടൊപ്പം തന്നെ ഒരു വിമർശനാത്മക ചിന്തയും സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുകയും അതൊരു തൊഴിൽ നൈപുണ്യതയും അതോടൊപ്പം ജീവിത നൈപുണ്യം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വളർത്തുകയും അതുപോലെ കുട്ടികളുടെ മൊത്തത്തിലൊരു വികസനത്തിന് ഇത് ഊന്നൽ നൽകുകയും ചെയ്യുന്നു. 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കാലയളവിൽ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായിട്ട് 10 ബാക്ക്ലെസ് ഡേയ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരു അധ്യയന വർഷത്തിൽ ഈ 10 ദിനത്തിലും സ്കൂളുകളിലേക്ക് പുസ്തകമായിട്ട് കുട്ടി വരേണ്ട ആവശ്യം ഇല്ല. അപ്പം ഈ ദിവസത്തിൽ കുട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ട്രേഡ് ഇത് അനുസരിച്ചിട്ടുള്ള അതിൻ്റെ വിദ്യാഭ്യാസമായിരിക്കും അവിടെ നൽകി വരുന്നത്. ഇത് ചിലപ്പോൾ പൂന്തോട്ട പരിപാലനമായിരിക്കാം, ചിലപ്പോൾ ഇത് കാർപ്പൻറ്റർ പോലെയുള്ള മറ്റ് തൊഴിലോ ഒക്കെ തന്നെ ആയിരിക്കാം. ഇതുവഴി കുട്ടിക്ക് ഒരു തൊഴിലിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ കൈമാറുന്നതിനോടൊപ്പം ഒരു തൊഴിലും ചെറുതല്ലെന്നും ഓരോ തൊഴിലിൻ്റെ മഹാത്മ്യവും തൊഴിലിന് വേണ്ട കഴിവും കഷ്ടപ്പാടും ഒക്കെ എത്രയാണ് എന്ന് കുട്ടിയെ ബോധിപ്പിക്കുകയും ചെയ്യും. അപ്പം സ്കൂൾ കാലഘട്ടത്തിലെ ഏറ്റവും അവസാന ഘട്ടം എന്ന് പറയുന്നത് സെക്കൻഡറി ഘട്ടമാണ്. അതായത് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ, അതായത് 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള 4 വർഷമാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഈ ഘട്ടത്തിൽ കുട്ടിക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ബഹുമുഖ വിദ്യാഭ്യാസം നൽകുന്നതിനായി വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വിഷയങ്ങൾ കുട്ടിക്ക് അഭിരുചി അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതായത് ഈ ഘട്ടത്തിൽ കുട്ടിക്ക് ഫ്ലെക്സിബിളായ ബഹുമുഖവും സമഗ്രവുമായ ഒരു വിദ്യാഭ്യാസ സമീപനത്തിന് ഊന്നൽ നൽകുന്ന വഴി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും ഭാവിയിൽ കുട്ടി ആഗ്രഹിക്കുന്ന പോലത്തെ നല്ലൊരു കരിയർ ഇത് സജ്ജമാക്കുന്നതിനും വളരെയധികം ഇത് സഹായിക്കും. അതായത് ഇവിടെ കുട്ടിക്ക് ഒരു വിഷയം സയൻസിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അടുത്ത ഒരു വിഷയം എടുക്കുന്നത് കൊമേഴ്സിൽ നിന്നായിരിക്കും. അത് മറ്റൊരു വിഷയം വരുമ്പോഴത്തേക്കും ആ 3ാമത്തെ വിഷയം എടുക്കുന്നത് ഇത് ചിലപ്പോൾ ഹ്യൂമാനിറ്റീസിൽ നിന്നായിരിക്കാം. അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഏതെങ്കിലും കലയോ ഒക്കെ തന്നെ ഈ കൂടെ കൊണ്ടുപോകാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സയൻസിൽ നിന്ന് കെമിസ്ട്രി എടുക്കുന്ന ഒരു കുട്ടി അതോടൊപ്പം തന്നെ കൊമേഴ്സിൽ നിന്ന് വരുന്ന ഒരു ബിസിനസ് സ്റ്റഡീസ് ആയിരിക്കും ഈ പഠനത്തിന് തിരഞ്ഞെടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ജോഗ്രഫി എന്നൊരു വിഷയവും പഠനത്തിന് തിരഞ്ഞെടുക്കാം. അതോടൊപ്പം തന്നെ യോഗയിലാണ് കുട്ടിക്ക് താല്പര്യമെങ്കിൽ യോഗയോ, ഇനി അതല്ല നൃത്തത്തിലാണ് കുട്ടിക്ക് താല്പര്യമെങ്കിൽ നൃത്തമോ ഒക്കെ തന്നെ ഇവിടെ കുട്ടിയുടെ അഭിരുചി അനുസരിച്ച് തിരഞ്ഞെടുക്കാം. അതായത് ഇവിടെ ഈ കുട്ടി ഇഷ്ടമില്ലാത്ത അഭിരുചി ഇല്ലാത്ത ഒരു വിഷയം നിർബന്ധമായി പഠിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഇത് 12ാം ക്ലാസ്സിന് ശേഷമുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് കുട്ടിയുടെ ഇഷ്ടാനുസരണം വഴിതെളിച്ച് കൊടുക്കും. അപ്പോൾ ഇതുവഴി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. ഇത് സെക്കൻഡറി ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യമായ ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിൽ ശക്തിക്കും വിദ്യാർത്ഥികളെ സജ്ജമാക്കുക എന്ന ഒരു ദർശനത്തിന് വളരെയധികം സഹായം ചെലുത്തുന്നതാണ്. ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് 9ഉം 10ഉം ക്ലാസ്സുകളിൽ 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകളാണ് പഠിക്കേണ്ടത്. ഇപ്പൊ 11, 12 ക്ലാസ്സുകളിൽ 2 ഭാഷകളാണ് പഠിക്കേണ്ടത്. അതിൽ കുറഞ്ഞത് ഒരെണ്ണം എങ്കിലും ഇന്ത്യൻ ഭാഷ ആയിരിക്കണം. 11, 12 ക്ലാസ്സുകളിൽ 2 ഭാഷകളാണ് പഠിക്കേണ്ടത്. അതിൽ കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും ഇന്ത്യൻ ഭാഷയായിരിക്കണം. ഇപ്പം ബഹുഭാഷയും അതുപോലെ ഭാഷാ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ത്രിഭാഷാ ഫോർമുലയുടെ ഭാഗമാണ് ഇത്. ദേശീയോദ്ഗ്രഥനം അതുപോലെ ആശയവിനിമയം എന്നിവ ലക്ഷ്യമിട്ട് ഹിന്ദിയോ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹിന്ദി പോലെ വ്യാപകമായി സംസാരിക്കുന്ന മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയോ അല്ലെങ്കിൽ മറ്റൊരു ആധുനിക ഇന്ത്യൻ ഭാഷയാണ് 2ാം ഭാഷ എന്ന ഗണത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഒരു 3ാം ഭാഷയും തിരഞ്ഞെടുക്കാൻ പറ്റും.
അത് സംസ്കൃതം, തമിഴ്, തെലുങ്ക്, മലയാളം പോലുള്ള ഒരു ക്ലാസിക്കൽ ഇന്ത്യൻ ഭാഷയോ അല്ലെങ്കിൽ ഒരു ആധുനിക വിദേശ ഭാഷയോ ആകാം. ഇത് വൈവിധ്യമാർന്ന ഭാഷാപരവും അതുപോലെ സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളുമായി അത് സമ്പർക്കം പുലർത്താൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഒരു സംസ്ഥാനത്തിന് മേൽ ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കരുതെന്നും അതുപോലെ പ്രാദേശിക സാഹചര്യങ്ങളും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ ഭാഷാ പദ്ധതികൾ ക്രമീകരിക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് കൂടി ഈ നയത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മലയാളത്തോടൊപ്പം ഇംഗ്ലീഷാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഹിന്ദിയാണ് ഭാഷയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പം പക്ഷേ തമിഴ്നാട് ദ്വിഭാഷ നയമാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവർ തമിഴിനോടൊപ്പം ഇംഗ്ലീഷാണ് രണ്ടാം ഭാഷയായിട്ട് എടുത്തതും അതിൽ മൂന്നാമത്തെ ഭാഷയായിട്ട് ഒരു ഭാഷയും അവർ തിരഞ്ഞെടുത്തിട്ടില്ല എന്നതാണ്. ഇനി അരുണാചൽ പ്രദേശ് അല്ലെങ്കിൽ മിസോറാം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു മാതൃഭാഷയായിട്ട് ഇംഗ്ലീഷാണ് വരുന്നത്. അപ്പം രണ്ടാം ഭാഷയായിട്ട് അവർ പൊതുവെ തിരഞ്ഞെടുക്കുന്നത് ഹിന്ദിയും മൂന്നാമത്തെ ഭാഷയായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷയുമായിരിക്കും. കാരണം 3 ഭാഷകളിലെ 2 ഭാഷകൾ ഇന്ത്യൻ ഭാഷ ആയിരിക്കണം എന്നതാണ് ഈ ഒരു നയം അനുശാസിക്കുന്നത്. ഇനി ഈ പുതിയ നയം അനുസരിച്ച് പരിഷ്കരിച്ച രീതിയിലുള്ള ഒരു പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ എല്ലാവർക്കും പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഇപ്പം 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 3 പരീക്ഷകൾ മാത്രമായിരിക്കും നടത്തുക. ഇപ്പം ആദ്യത്തേത് 5 വർഷം തീരുമ്പോഴും, അതായത് ഒരു കുട്ടി 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തിലും അടുത്തത് പ്രിപ്പറേറ്ററി ഘട്ടം അഥവാ തയ്യാറെടുപ്പ് ഘട്ടം തീരുന്ന വർഷവുമാണ്. അതായത് 5ാം ക്ലാസ് തീരുന്ന ആ ഒരു സമയത്തിലും അതുപോലെ മധ്യഘട്ടം തീരുന്ന ആ ഒരു സമയത്തിലുമായിരിക്കും. എന്ന് വെച്ചാൽ 8ാം ക്ലാസ് പൂർത്തീകരിക്കുന്ന ആ വർഷമായിരിക്കും അടുത്ത പരീക്ഷ നടക്കുന്നത്. 3, 5, 8 ഗ്രേഡുകളിൽ ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് അവരുടെ പഠന പുരോഗതി നിരീക്ഷിക്കുന്നതിനും അതുപോലെ ശ്രദ്ധ ആവശ്യമുള്ള മേഖലകൾ തിരിച്ചറിയുന്നതിനുമായിരിക്കും. ഇപ്പോൾ പരീക്ഷ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഹൃദ്യസ്ഥമാക്കാനുള്ള കഴിവിനെ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് കുട്ടിക്ക് കൺസെപ്ച്വൽ എത്രത്തോളം, അതായത് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പരിചിതമായിട്ടുണ്ട് എന്ന് അറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പഠന ലക്ഷ്യത്തിലും അതുപോലെ സുഹൃത്ത് വലയത്തിലും ഒക്കെ കുട്ടി എത്രത്തോളം നല്ല രീതിയിൽ ഇടപെടുന്നു, കുട്ടിയുടെ വിമർശനാത്മക ചിന്ത, ഭാവനാത്മക കഴിവുകൾ, അതുപോലെ പ്രശ്നപരിഹാര രീതികൾ, ആശയപരമായ വ്യക്തത എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഒരു പരീക്ഷ നടത്തുന്നത്. കുട്ടിയുടെ റിപ്പോർട്ട് കാർഡും ഇതിനെല്ലാം കേന്ദ്രീകരിച്ചായിരിക്കും. ഇപ്പോൾ റിപ്പോർട്ട് കാർഡിനെ പറ്റി പറയുമ്പോൾ ഈ റിപ്പോർട്ട് കാർഡിൽ വിലയിരുത്തലുകൾ നടത്തുന്നത് ഇത് കുട്ടിയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളായിരിക്കും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ടീച്ചർമാരുടെ ഫീഡ്ബാക്ക് എന്നാൽ ഇത് മാത്രം അനുസരിച്ചായിരിക്കില്ല, മറിച്ച് കുട്ടിയുടെ സഹപാഠികളും അതോടൊപ്പം കുട്ടിയുടെ നിലവാരം ആ കുട്ടി സ്വയം വിലയിരുത്തുന്ന രീതിയിലുമാണ് ഈ ഒരു റിപ്പോർട്ട് കാർഡ് തയ്യാറാക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള അസസ്മെന്റ് 8ാം ക്ലാസ് വരെ ആയിരിക്കും ഉണ്ടാവുക. 8ാം ക്ലാസ് വരെയുള്ള മറ്റ് വർഷങ്ങളിൽ ക്വിസുകൾ, അതുപോലെ ഗ്രൂപ്പ് പ്രൊജക്റ്റുകൾ, പിയർ ഗ്രൂപ്പ് വിലയിരുത്തലുകൾ തുടങ്ങിയ വിവിധ രീതികളിലൂടെയാണ് ഈ ഒരു പഠന പ്രക്രിയയുടെ വിലയിരുത്തലുകൾ സംയോജിപ്പിക്കുന്നത്. ഇപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ 10ാം ക്ലാസ്സിലും +2ലും 2 പരീക്ഷകളായിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഏറ്റവും ആദ്യത്തെ പരീക്ഷ ഒരു മെയിൻ അറ്റംപ്റ്റ് എന്ന രീതിയിലായിരിക്കും, രണ്ടാമത്തെ പരീക്ഷ ഒരു ഇംപ്രൂവ്മെന്റ് അറ്റംപ്റ്റ് എന്ന രീതിയിലായിരിക്കും ഈ പരീക്ഷകൾ നടത്തുന്നത്. ഇതിലെ ഏറ്റവും ആദ്യത്തെ പരീക്ഷ നിർബന്ധമായിട്ടും ആ കുട്ടി എഴുതേണ്ടതാണ്. രണ്ടാമത്തെ പരീക്ഷ നിർബന്ധമായിട്ടും ഉള്ള ഒരു അറ്റംപ്റ്റ് അല്ല, എന്നാൽ കുട്ടിക്ക് മാർക്ക് കൂടുതൽ വേണമെന്ന് തോന്നുന്ന പക്ഷം എഴുതാവുന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ അറ്റംപ്റ്റ്, അതായത് ഇംപ്രൂവ്മെന്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അറ്റംപ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ പുനർരൂപകൽപ്പന ചെയ്ത +2ലെയും അതുപോലെ ഈ ബോർഡ് പരീക്ഷകൾ ഡിസ്ക്രിപ്റ്റീവ് അഥവാ എഴുത്ത് പരീക്ഷ എന്ന രീതിയിലായിരിക്കും വരുന്നത്. അതോടൊപ്പം ഒബ്ജക്റ്റീവ് എന്ന രീതിയിലും സംയോജിപ്പിച്ചായിരിക്കും ഈ ഒരു പരീക്ഷ നടത്തുക. ഈ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു സ്ഥാപനമാണ് പരഖ്. അതായത് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിർദ്ദേശിക്കപ്പെട്ട ദേശീയ തലത്തിലുള്ള ഒരു വിലയിരുത്തൽ നിയന്ത്രിക്കുന്നത് ഈ സ്ഥാപനമാണ്. അപ്പോൾ ഈ പരഖ് എന്ന് വെച്ചാൽ ഇതാണ് പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. അപ്പോൾ ഇതാണ് ഈ പരഖ് എന്നതിൻ്റെ ഒരു പൂർണ്ണ രൂപം. ഇപ്പം ഇന്ത്യയിൽ ഉടനീളമുള്ള ഒരു സ്കൂളുകളുടെ ഗുണനിലവാരം, അതുപോലെ ന്യായബോധം, ഏകീകൃത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഇത് സ്ഥാപിക്കുന്നത് NCERT ആണ്. ഇപ്പോൾ പരീക്ഷകളെ കഴിവിൻ്റെ അടിസ്ഥാനമാക്കിയുള്ളതും സമ്മർദ്ദരഹിതവും മനഃപ്പാഠമാക്കുന്നതിന് പകരം ഈ പഠന ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമാണ് ഈ NEP 2020 പരഖിന്റെ ലക്ഷ്യം. 3, 5, 8, 10, 12 ക്ലാസ്സുകളിൽ
സ്കൂളുകൾ പരീക്ഷകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതും പരക്കാണ്. 3, 5, 8, 10, 12 ക്ലാസ്സുകളിലെ സ്കൂൾ പരീക്ഷകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും രൂപകൽപ്പന ചെയ്യുന്നത് ഇതേ പരക്ക് തന്നെയാണ്. ഇത് പരീക്ഷകളെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ വിമർശനാത്മക ചിന്ത, സ്കിൽ ആപ്ലിക്കേഷൻ എന്നിവയുമായി യോജിപ്പിക്കുന്നതെന്ന് പരക്കാണ് ഉറപ്പുവരുത്തുന്നത്. അതുപോലെ CBSE, ICSE, സംസ്ഥാന ബോർഡുകൾ എന്നിവയിലുള്ള ഒരു മൂല്യനിർണ്ണയ രീതികൾ ഇതിൻ്റെ ഒരു ഏകീകൃത ഉറപ്പുവരുത്തുന്നതും ഈ പരക്കാണ്. അതുപോലെ വ്യത്യസ്ത വിദ്യാഭ്യാസ സംവിധാനങ്ങൾ തമ്മിലുള്ള അസമത്വം കുറയ്ക്കുന്നതും ഈ പരക്കിൻ്റെ ഉത്തരവാദിത്വമാണ്. 3, 5, 8 ക്ലാസ്സുകളിൽ സ്കൂൾ തല പരീക്ഷകൾ നടത്തുന്നതിന് SSSA, അതായത് സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റിയെ സഹായിക്കുന്നതും ഈ പരക്ക് തന്നെയാണ്. ഇത് കൂടാതെ ചോദ്യ ഫോർമാറ്റുകൾ, അതുപോലെ ഇതിൻ്റെ ഒരു പ്രാക്ടീസ്, വിലയിരുത്തലുകൾ, അതുപോലെ മാനദണ്ഡങ്ങൾ എന്നിവ നൽകുന്നതും ഈ പരക്ക് തന്നെയാണ്. ഈ ആധുനികവും നൈപുണ്യധിഷ്ഠിതമായ വിലയിരുത്തലുകൾ രൂപകൽപ്പന ചെയ്യുന്നത് അധ്യാപകരെയും പരീക്ഷാ സ്ഥാപനങ്ങളെയും ഒക്കെ പരിശീലിപ്പിക്കുന്നതിൻ്റെ ചുമതലയും ഈ പരക്കിനുണ്ട്. അതുപോലെ കോളേജ് വിദ്യാഭ്യാസത്തിലും കാര്യമായ മാറ്റങ്ങളാണ് ഈ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് തൽക്കാലം ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് കോളേജ് വിദ്യാഭ്യാസത്തിലെ എൻട്രി എക്സിറ്റ് ഓപ്ഷനുകൾ, അപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന എൻട്രി എക്സിറ്റ് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയുള്ളൂ, നമ്മൾക്ക് ഏത് വർഷം വേണമെങ്കിലും കോളേജിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഓരോ വർഷത്തിലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ, അതുപോലെ തന്നെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ABC എന്ന് പറയും, ഇത് ഒക്കെ നമുക്ക് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈടില്ലാത്ത വിദ്യാഭ്യാസ ആവശ്യത്തിന് നമുക്ക് ലോൺ കിട്ടും. ഈടില്ലാതെ നമുക്ക് ലോൺ കിട്ടും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്. അപ്പോൾ ഇതും എല്ലാം തന്നെ നമ്മൾ അടുത്തൊരു ക്ലാസ്സിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടോപ്പിക്സിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തതായിരിക്കും. താങ്ക് യു.